നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഏറ്റവും പുതിയ അടിപൊളി ട്വിസ്റ്റുകളുള്ള അന്വേഷി എന്ന തെലുങ്ക് ത്രില്ലർ മൂവിയുടെ രണ്ടാമത്തെ ഭാഗമാണിത്. ആദ്യ ഭാഗം കാണാത്തവർക്ക് ഫസ്റ്റ് പാർട്ടിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമന്റ് ബോക്സിലും ഞാൻ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് നിങ്ങൾ എല്ലാവരും ഒരു ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ട് കാണിച്ചുകൊണ്ട് രണ്ടാം ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. ആ വീട്ടിലെ ലേഡി ഇറങ്ങുമെന്ന് ചോദിക്കുന്നുണ്ട്. നീ ഇത് ആരെക്കുറിച്ചാണ് പറയുന്നത്? ജെസ്സി അവളെ മരണപ്പെട്ടിട്ട് 5 വർഷം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഹീറോ, അല്ല ഞാനിപ്പോൾ അവളെ കണ്ടതല്ലേ? അതൊന്നും എനിക്കറിയില്ല, കുറച്ച് അകലെയാണ് അവളുടെ ശ്മശാനുള്ളത്, നിനക്ക് സംശയം പോയി നോക്ക്. ഹീറോയും അടിച്ചു പിടിച്ച് അവിടെ വന്ന് നോക്കുമ്പോ അവളുടെ ശവക്കല്ലറ കാണുന്നുണ്ട്. അതിന്റെ അരികിൽ തന്നെ നമ്മുടെ ഹീറോയുടെ ജാക്കറ്റും ഉണ്ട്. അത് നമ്മുടെ ഹീറോ എടുക്കാൻ പോകുമ്പോ പെട്ടെന്ന് നമ്മുടെ ഹീറോയിനില്ലേ അവള് ഞെട്ടി എഴുന്നേൽക്കാണ്. അതായത് ഇപ്പൊ കണ്ടതൊക്കെ ഹീറോയിൻ കണ്ടൊരു സ്വപ്നം മാത്രമായിരുന്നു. അവള് വല്ലാതെ പേടിച്ചു പോയിട്ടുണ്ട്. അല്ല എന്തായിരിക്കും ഇങ്ങനെയൊരു ദുസ്വപ്നം കാണാന്? വിക്രമിന് അവൻ എന്തോ ആപത്ത് സംഭവിക്കാൻ പോകുന്നുണ്ടോന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട്. അവൾക്ക് വല്ലാതെ പേടി തോന്നിയപ്പോ അടുത്ത ദിവസം നമ്മുടെ ഹീറോയെ കൂട്ടിയിട്ട് അമ്പലത്തിലേക്ക് പോയി പ്രാർത്ഥിച്ച് തിരിച്ചു വരുമ്പോഴാണ് നമ്മുടെ മരണപ്പെട്ടു പോയ അനുവിന്റെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന മേരി എന്ന ഒരു പെൺകുട്ടിയുടെ അമ്മയെ കാണുന്നത്. അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ആ ഒരു ഹോസ്പിറ്റലിലെ അപകടം സംഭവിച്ചില്ലേ, അതിനുശേഷം എന്റെ മകളെ ഞാൻ കണ്ടിട്ടില്ല, അവൾ എങ്ങോട്ടാ പോയെ, അവൾക്ക് എന്താ സംഭവിച്ചേ, ഇതുവരെയായിട്ടും എനിക്കൊന്നും അറിയില്ല. അപകടം നടന്ന ആ ഒരു സമയത്തൊക്കെ അവൾ എന്നെ ഫോൺ ചെയ്യാറുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഫോൺ വരാതെയായി. ആ ഒരു ഹോസ്പിറ്റലിൽ വേറെ ആരെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടെന്ന് അന്വേഷിക്കുമ്പോൾ ഒരു വാർഡ് ബോയ് ഉണ്ടായിരുന്നു. അവന്റെ പേരാണ് ശിവ. അങ്ങനെ ശിവ എവിടെ ജോലി ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ പെദ്ദയില്ലേ അങ്ങനെയുടെ ഹോസ്പിറ്റലാണ്. അങ്ങനെ അവനോട് അനുവിന്റെ ഹോസ്പിറ്റലിൽ സംഭവിച്ച ആ ഒരു തീവിപത്തിനെ കുറിച്ചും നിനക്ക് എന്തെങ്കിലും സസ്പീഷ്യസ് ആയിട്ട് ഇനിയിപ്പോ മേരിയുടെയോ ആരുടെയെങ്കിലും മേലെ സംശയം ഉണ്ടായിരുന്നു ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, മേരിയുടെ മേലെ എനിക്ക് സംശയമൊന്നുമില്ല, എന്നാൽ ആ ഒരു ഹോസ്പിറ്റലിന്റെ ഓണർ ആയിട്ടുള്ള ഡോക്ടർ അനുവില്ലേ അവരുടെ മേലെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. കാരണം രാത്രി സമയത്ത് അവർ കുറേ നേരം ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കും. അതുപോലെ പലപ്പോഴായിട്ട് ചുമരിന്റെ ഭാഗത്തേക്ക് നോക്കിയിട്ട് ആരോടോ സംസാരിക്കും. എന്നാൽ അവരുടെ മുൻപിൽ അങ്ങനെ ആരെയും കാണാറില്ല. പിന്നെ ആ ഒരു ഹോസ്പിറ്റലിൽ നടന്ന തീ വിപത്തില്ലേ അത് ഷോർട്ട് സർക്യൂട്ടായിട്ടോ നോർമലായിട്ട് സംഭവിച്ചല്ല, ഒരു 3 ആളുകൾ വന്നിട്ട് ഹോസ്പിറ്റലിന് തീ ഇട്ടതാണ്. അത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണു ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹീറോയ്ക്ക് ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട്, അതായത് ആ ഒരു ഹോസ്പിറ്റലിൽ ആരോ പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് തീ വെച്ച് നശിപ്പിച്ച് കളഞ്ഞത്. അങ്ങനെ നമ്മുടെ ഹീറോയുടെ മുഴുവൻ സംശയം ആരുടെ മേലെയാ? നമ്മുടെ പെദ്ദയിലെ അങ്ങരുടെ മേലെ തന്നെയാണ്. കാരണം അനുവിന്റെ ഹോസ്പിറ്റലിൽ നഷ്ടപ്പെട്ട ശേഷം പെദ്ദയും ഇതേ നാട്ടിലൊരു ഹോസ്പിറ്റൽ തുടങ്ങിയില്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് നമ്മുടെ ഇൻസ്പെക്ടറിന്റെ വീട്ടില് ഹീറോ രഹസ്യമായിട്ട് കയറുകയാണ്. എന്നിട്ട് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് അരിച്ചു പറിക്കാൻ നോക്കുന്നുണ്ട്. അങ്ങനെ ചില കാര്യങ്ങൾ മനസ്സിലായിട്ട് ഹീറോ അവിടുന്ന് തിരിച്ചു വന്ന് നോക്കുമ്പോൾ ആരൊരുത്തൻ ഹീറോയെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണ്. എന്നാൽ ഹീറോ അവനെ വെറുതെ വിടുവോ? അവന്റെ പിന്നാലെ പോയിട്ട് കാട്ടിന്റെ ഉള്ളിൽ വെച്ച് അവൻ അടിച്ച് പിഴിയുന്നുണ്ട്. എന്നാൽ അവൻ മുഖം മറച്ചതുകൊണ്ട് തന്നെ ആളെ മനസ്സിലാവുന്നില്ല. അങ്ങനെ ആ ഒരു മുഖത്തുണ്ടായിരുന്ന തുണി മാറ്റി നോക്കുമ്പോൾ അത് വേറെ ആരുമല്ല, നമ്മുടെ പെദ്ദയുടെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ദാസ് തന്നെയായിരുന്നു. എന്നിട്ട് അവനെ പഞ്ഞിക്കിട്ട് ചോദിക്കുന്നുണ്ട്, അപ്പൊ ഇതിന്റെയൊക്കെ പിന്നിൽ നീ ആയിരുന്നല്ലേ ആ ഒരു ഹോസ്പിറ്റലിന് തീയിട്ടതും അനുവിനെയും അനുവിന്റെ അച്ഛനെയും കൊലപ്പെടുത്തിയതും? എന്നാൽ ദാസ് പറയുന്നേ ആ ഒരു ഹോസ്പിറ്റലിന് തീയിട്ടത് ഞാൻ തന്നെയാ, അത് പെദ്ദ പറഞ്ഞിട്ടാ. എന്നാൽ അനുവിനെയും അനുവിന്റെ അച്ഛനെയും ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് ഒരു ഫ്ലാഷ് ബാക്ക് അവൻ പറയുന്നുണ്ട്. അതായത് അനുവും അനുവിന്റെ അച്ഛനും ആ ഒരു ഹോസ്പിറ്റൽ തുടങ്ങിയില്ലേ, അതേ സമയത്ത് തന്നെ പെദ്രടിക്കും ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. എന്നാൽ അപ്പോഴാണ് ആ ഒരു നാട്ടില് കൊറോണ പോലെ ഒരു വൈറസ് രോഗം പടരുന്നത്. അപ്പോൾ ഓൾറെഡി പണക്കൊതനായിട്ടുള്ള നമ്മുടെ പെദ്ദയിലെ അങ്ങേര് ആ ഒരു ഡിസീസ് വെച്ച് പൈസ ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ നമ്മുടെ അനുവിന്റെ ഹോസ്പിറ്റലിലെ ജനങ്ങളുടെ ബുദ്ധിമുട്ട് കണ്ടിട്ട് ഫ്രീ ആയിട്ട് ജനങ്ങൾക്ക് സർവീസ് ചെയ്യാൻ തുടങ്ങി. പെദ്ദ കരുതിയ പോലെ ആ ഒരു ഡിസീസിൽ നിന്ന് പൈസ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അനുവിനെയും അനുവിന്റെ അച്ഛനെയും വിളിച്ചിട്ട് അങ്ങേരെ ഭീഷണിപ്പെടുത്തിയതാണ്. മര്യാദക്ക് നിങ്ങൾ ഈ ഹോസ്പിറ്റലിൽ തൽക്കാലം അടച്ചേക്ക്. ഞാൻ കരുതിയത് ഇതെനിക്ക് പണിയാവില്ലെന്നാ, എന്നാൽ ഇതിപ്പോ എനിക്ക് മുട്ടം പണിയായിട്ടുണ്ട്. ഞാനും ഹോസ്പിറ്റൽ നടത്തുന്നത് എനിക്ക് പുണ്യം കിട്ടാനൊന്നുമല്ല. നിങ്ങളുടെ ഹോസ്പിറ്റൽ വന്നതിന് ശേഷമാണ് എന്റെ ഹോസ്പിറ്റലിലെ റവന്യൂ ഇതുവരെ പ്രതീക്ഷിക്കാത്തതിലും ഏറ്റവും താഴെ എത്തിയിട്ടുള്ളത്. എന്നാൽ അനുവിനോടും അച്ഛനോടും ഹോസ്പിറ്റലിൽ ക്ലോസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവർ സമ്മതിച്ചിട്ടില്ല. കാരണം അവരുടെ ഉദ്ദേശം ജനങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാന്നുള്ളത് മാത്രമല്ലേ. എന്നാൽ അത് പെദ്ദയെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് രാത്രി തന്നെ ആ ഒരു ഹോസ്പിറ്റലിൽ കത്തിച്ച് കളയാനായിട്ട് ദാസിനെ പറഞ്ഞയച്ചതാണ്. അതായത് അവരൊന്ന് പേടിപ്പിക്കുക, പേടിച്ചു കഴിഞ്ഞാൽ അവർ നാട് വിട്ടന്നെ പോയിക്കോളും. പിന്നെ ആ ഒരു ഹോസ്പിറ്റലിന് ഭീഷണിയില്ല. അതായത് പെദ്ദ പ്ലാൻ ചെയ്തതും അവരിവിടെ നിന്ന് ഓടിക്കാൻ മാത്രമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലിൽ ഒന്ന് ചെറുതായി തീടാൻ പറഞ്ഞത്, അല്ലാതെ ആരെയും കൊല്ലാനോ അപായപ്പെടുത്താനോ അയാൾ പറഞ്ഞിട്ടേ. അങ്ങനെയാണ് ദാസ് തീ വെച്ചത്. എന്നാൽ ആക്സിഡന്റലിയാണ് ആ ഒരു ഹോസ്പിറ്റലിനുള്ളിൽ അനുവും അനുവിന്റെ അച്ഛനും കുടുങ്ങിപ്പോയതെന്നും അങ്ങനെയാണ് അവർ മരണപ്പെട്ടതെന്നും ദാസിന്റെ ഫ്ലാഷ് ബാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഈ ഒരു ഇൻവെസ്റ്റിഗേഷന്റെ പിന്നിലാണെന്ന് നമ്മുടെ ഹീറോ
ഹീറോയിന്റെ അച്ഛനായിട്ടുള്ള എസ്ഐക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങേര് പറയുന്നുണ്ട്, ഇതോടെ നീ ഇൻവെസ്റ്റിഗേഷൻ നിർത്തുന്ന നിന്റെ ജീവന് നല്ലത്. അതുകൊണ്ട് ഈ ഫ്രണ്ടിനെ കൂട്ടിയിട്ട് തൽക്കാലം നാട്ടിലേക്ക് തിരിച്ചു വയ്ക്കോ. വെറുതെ ആപത്തെടുത്ത് തലയിൽ വെക്കണ്ട. ഈ കേസിന്റെ പിന്നാലെ വന്ന ഓരോരുത്തരും നിന്റെ കൺമുമ്പിൽ വെച്ച് മരണപ്പെട്ട് നീ കണ്ടതല്ലേ. എന്നാൽ നമ്മുടെ ഹീറോ ഒരു ഡിറ്റക്റ്റീവ് അല്ലേ, അങ്ങനെ പെട്ടെന്ന് വിട്ടുകളയാൻ പറ്റോ? ഇതിന്റെ പിന്നിൽ രഹസ്യം എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് തന്നെ. എസ് ഐ പറഞ്ഞത് നാളെ ഇവിടുന്ന് തിരിച്ചു പോകാനാണ്. ഇനിയിപ്പോ ഒരു 9 മണിക്കൂർ ബാക്കിയുണ്ട്. അപ്പൊ അതിനുള്ളിൽ ആ ഒരു ഗ്രാമത്തിലെ മിസ്റ്ററുടെ പിന്നിലെ രഹസ്യം കണ്ടുപിടിക്കാൻ ഹീറോ ഒരുങ്ങി ഇറങ്ങാണ്. അതിന് ഹീറോ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് നേരിട്ട് ആ ഒരു ഹോസ്പിറ്റലിന്റെ ഉള്ളിലേക്ക് പോവാണ്. കാരണം രാത്രി സമയത്താണല്ലോ ആ ഒരു ഹോസ്പിറ്റലിന്റെ അരികിലൂടെ ആരെങ്കിലും പോയാൽ അവർ മരണപ്പെടുന്നത്. അങ്ങനെ രാത്രി ഒരു ടോർച്ച് എടുത്തിട്ട് ഒറ്റയ്ക്ക് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് ഹീറോ പോയി നോക്കുകയാണ്. അങ്ങനെ പതിയെ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ കയറിയിട്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് ഹീറോ ചില കാര്യങ്ങൾ കണ്ടിട്ട് ഷോക്കായി പോകുന്നത്. അതായത് ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ ഒരാള് സ്റ്റേ ചെയ്യുന്നതിന്റെ എല്ലാ സൂചനകളും അവിടെ കാണുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ ഇൻസ്പെക്ടറിലെ അങ്ങേര് ഹീറോയോട് ചോദിക്കുന്നുണ്ട്, ഇന്നലെ നിന്നോട് പറഞ്ഞതല്ലേ നാട് വിട്ടു പോവാന്, പിന്നെ എന്താ പോവാത്തത്? അപ്പോൾ കഴിഞ്ഞ രാത്രി ഹീറോയ്ക്ക് എന്താ സംഭവിച്ചെന്നുള്ള ആ ഒരു ഫ്ലാഷ് ബാക്ക് ഹീറോ പറയാണ്. ആ ഒരു ഹോസ്പിറ്റലിൽ ഒരാൾ സ്റ്റേ ചെയ്യുന്നുണ്ടായിരുന്നു. അവരെ നമ്മുടെ ഹീറോ കഴിഞ്ഞ രാത്രി തന്നെ റെസ്ക്യൂ ചെയ്തിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അത് വേറെ ആരുമല്ല, നമ്മുടെ ഡോക്ടറായിരുന്ന അനു തന്നെയാണ്. അപ്പൊ ഇൻസ്പെക്ടർ ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഹോസ്പിറ്റലിൽ അന്ന് കിട്ടിയ അനുവിന്റെ ബോഡി അതാര് തരുന്നു? അപ്പൊ ഹീറോ പറയുന്നുണ്ട്, അത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന അനുവിന്റെ അസിസ്റ്റന്റ് മേരിയുടെ തരുന്നു. എന്നാൽ ആ ഹോസ്പിറ്റലിൽ കുടുങ്ങിപ്പോയ അനുവിന്റെ മാനസിക നില തന്നെ തെറ്റിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ എന്താണ് സംഭവിച്ചത്, ഇത്രയും നാളും അനു എങ്ങനെയാണ് അവിടെ സർവൈവ് ചെയ്തത്, അതുപോലെ ഹോസ്പിറ്റലിന്റെ ഭാഗത്തേക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ആരാണ് അവരെ കൊലപ്പെടുത്തുന്നത്, ഈ കാര്യമൊന്നും ഹീറോയ്ക്ക് മനസ്സിലാവുന്നില്ല. അനുവിനോട് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോ ഇതിന്റെ പിന്നിലെ എന്തോ ഒരു രഹസ്യം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും അനുവിന്റെ പേരും പറഞ്ഞിട്ട് നാട്ടില് കൊലപാതകം ചെയ്യുന്നത് ആ ഒരു പെദ്ദയില്ലേ അങ്ങേര് തന്നെയായിരിക്കും. അങ്ങേർക്ക് അതിലുള്ള മോട്ടീവ് ഉണ്ട്. അപ്പോ സാറിന് പറ്റുകയാണെങ്കിൽ അങ്ങേരൊന്ന് അറസ്റ്റ് ചെയ്യും. എന്നിട്ട് മര്യാദക്ക് അങ്ങേരൊന്ന് ചോദ്യം ചെയ്താൽ തന്നെ ആ ഒരു രഹസ്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഇൻസ്പെക്ടർ നമ്മുടെ പെദ്ദയെ അറസ്റ്റ് ചെയ്യാനായിട്ട് അങ്ങേരുടെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് അങ്ങേരും ഓൾറെഡി കൊല്ലപ്പെട്ട കാര്യം നമ്മുടെ ഇൻസ്പെക്ടർ അറിയുന്നത്. അതും എവിടെയാന്ന് വെച്ചാൽ ആ ഒരു ഹോസ്പിറ്റലിന്റെ മുൻപിൽ തന്നെ. നോർമലി എങ്ങനെയാണോ കൊലപാതകങ്ങൾ അവിടെ നടക്കുന്നത് അതേ പാറ്റേണിൽ തന്നെ പെദ്ദയുടെയും എല്ലിൻ കൂടുകളൊക്കെ അടിച്ച് താറുകയും ചെയ്തിട്ടുണ്ട്. ഇത്രയും നേരം ഹീറോ എന്താ കരുതിയത്, ഇതിന്റെയൊക്കെ പിന്നിലെ പെദ്ദയാണെന്നല്ലേ? ഇപ്പോ പെദ്ദയോ അല്ലെങ്കിൽ പിന്നെ ആരായിരിക്കും ഈ ഗ്രാമത്തിൽ നടക്കുന്ന മിസ്റ്ററിയുടെ ഒക്കെ പിന്നിലെ? ഹീറോയുടെ തല പുകഞ്ഞു പോകുന്നുണ്ട്. എന്നാൽ ഇനിയിപ്പോ എവിടുന്ന എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടുക? അപ്പോഴാണ് ഹീറോയ്ക്ക് ഒരു കാര്യം വായിച്ചതായിട്ട് ഓർമ്മ വരുന്നത്. അതായത് ആ ഒരു ഹോസ്പിറ്റലിൽ അനുവിന്റേതാന്ന് സംശയിച്ച ഒരു ബോഡിയും അതുപോലെ ഒരു ആണിന്റെ ബോഡിയും കിട്ടിയിരുന്നില്ലേ? ആ ഒരു ആണിന്റെ ബോഡി അത് അനുവിന്റെ അച്ഛൻ തന്നെയായിരുന്നു. എന്നാൽ അനുവിന്റെ ബോഡി അത് മേരിയുടേതായിരുന്നില്ലേ? എന്നാൽ മേരിയുടെ അമ്മയോട് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞത് മേരി ഇടക്കിടക്ക് അവരെ ഫോൺ ചെയ്യാറുണ്ടായിരുന്നു എന്നല്ലേ? അല്ല, മേരി ഓൾറെഡി മരണപ്പെട്ടു പോയതാണെങ്കിൽ പിന്നെ അവളെങ്ങനെയാ ഫോൺ ചെയ്യുക? അപ്പോഴാണ് ഹീറോയ്ക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നത്. ഈ ഗ്രാമത്തിൽ ഒരു ഫംഗ്ഷൻ നടക്കാറില്ലേ? നമ്മുടെ ഹീറോയും ഒരിക്കൽ ആ ഒരു ഫംഗ്ഷൻ കാണാൻ പോയിട്ടുണ്ട്. അതിനിടയിൽ ഒരു മുത്തശ്ശി മേക്കപ്പ് ചെയ്യുമ്പോൾ അങ്ങനെ തട്ടിപ്പോയിരുന്നില്ലേ? അപ്പോൾ അങ്ങേരോട് കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ അങ്ങേര് പറയുന്നുണ്ട്, ഈ ഒരു ഗ്രാമത്തില് ആ ഒരു ഫംഗ്ഷനിൽ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും സ്ത്രീവേഷം കെട്ടിയിട്ട് പങ്കെടുക്കാറുണ്ട്. അങ്ങനെ സാഗർ എന്നൊരു ചെറിയ പയ്യനും ആക്ടിങ്ങിനോട് താല്പര്യം ഉണ്ടായിട്ട് ആ ഒരു ഫംഗ്ഷനിൽ ആക്ട് ചെയ്യാൻ ട്രൈ ചെയ്തിരുന്നു. എന്നാൽ അന്നത്തെ ഫംഗ്ഷനിൽ ഒരു പെൺകുട്ടിയുടെ വേഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവനെ കൊണ്ട് പെൺവേഷം കെട്ടിപ്പിച്ചതാണ്. അതിൽ അവൻ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് നടന്ന എല്ലാ ഫംഗ്ഷനിലും അവനെ ആ ഒരു പെൺവേഷം മാത്രമേ കെട്ടിച്ചിരുന്നുള്ളൂ. അങ്ങനെ പതിയെ പതിയെ പെൺവേഷം കെട്ടാൻ തുടങ്ങിയപ്പോൾ സൊസൈറ്റിയിൽ അവന് പല അപമാനങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ അവന് പെണ്ണായിട്ട് അഭിനയിക്കാൻ ആഗ്രഹമില്ല. അവനൊരാണായിട്ട് അഭിനയിക്കാൻ ട്രൈ ചെയ്താലും അതിന് ആരും തന്നെ സമ്മതിച്ചിരുന്നില്ല. ഗ്രാമത്തിലെ പല ആളുകളും അവനെ ഒരു സ്ത്രീയായിട്ടാണ് കാണാൻ തുടങ്ങിയത്. അങ്ങനെ ഇരിക്കുകയാണ് 2-3 പെൺകുട്ടികൾ അവനോടൊന്ന് സംസാരിക്കുന്നത്. അപ്പോൾ അവനൊരു സമാധാനമായിട്ടുണ്ട്. എല്ലാ ആളുകളും അങ്ങനെ കാണുന്നില്ല. എന്നാൽ അവർ വന്നത് അവൻ ആ ഫംഗ്ഷനിൽ അഭിനയിച്ച സമയത്ത് അവൻ ധരിച്ചിരുന്ന സാരിയെക്കുറിച്ച് അന്വേഷിക്കാനായിരുന്നു. അവര് പോകുന്നതിന് മുൻപ് അവനെ ചൊറിഞ്ഞു ചോദിച്ചിട്ടുണ്ട്, ശരിക്ക് നീ ആണാണോ പെണ്ണാണോ? അത് അവനെ വല്ലാതെ ഹേർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അവനെ അധികമായിട്ട് ഈ നാട്ടിൽ അങ്ങനെ കാണാറില്ല, എപ്പോഴെങ്കിലൊക്കെ കാണാറുള്ളൂ. അപ്പൊ ഹീറോയ്ക്ക് ഒരു സംശയമുണ്ട്, ഇനിയിപ്പോ മരണപ്പെട്ട മേരിയുടെ അമ്മയോട് മേരിയായിട്ട് ഫോൺ വിളിച്ച് സംസാരിച്ചത് അതേ സാഗർ ആയിരിക്കുമോ? കാരണം ആ ഒരു സമയത്ത് എല്ലാ ജനങ്ങളും അവനൊരു പെൺകുട്ടിയായിട്ട് മാറ്റി നിർത്തിയിരുന്നില്ലേ? ചിലപ്പോ അവനതിന്റെ പക വീട്ടാനായിരിക്കുമോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ അവൻ ആരാണെന്ന് അന്വേഷിച്ച് നോക്കുമ്പോ അവൻ വേറെ ആരുമല്ല, നമ്മുടെ മരണപ്പെട്ട സോഷ്യൽ ആക്ടിവിസ്റ്റ് അരുണില്ലേ, അരുണിന്റെ ഫ്രണ്ട് സാഗർ തന്നെയാണ്. അല്ല, ഇതിന്റെയൊക്കെ പിന്നില് സാഗറാണെന്ന് ഹീറോയ്ക്ക് എങ്ങനെയാ ഉറപ്പായെന്ന് വെച്ചാല് ആ ഒരു ഹോസ്പിറ്റലിൽ എന്താ ഉള്ളതെന്ന് ഒന്ന് കണ്ടെത്താന് ധൈര്യം സംഭരിച്ച് ഹീറോ പോയപ്പോഴല്ലേ ഓൾറെഡി ആ ഒരു ഹോസ്പിറ്റലിൽ അനു സ്റ്റേ ചെയ്തതായിട്ട് ഹീറോ കണ്ടെത്തിയത്. അതേ സ്ഥലത്ത് വെച്ച്
അനുവിന്റെ ഒരു ഫോട്ടോ കണ്ടിരുന്നു. ആ ഫോട്ടോയിൽ അവളുടെ ഒരു മോതിരം ഹീറോ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതേ മോതിരം മരണപ്പെട്ട അരുണിലെ അവന്റെ ഫ്രണ്ട് സാഗറിനെ ചോദ്യം ചെയ്യാൻ പോയപ്പോഴും അവന്റെ കയ്യിൽ ഹീറോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹീറോയ്ക്ക് ഉറപ്പായിട്ടുണ്ട് ഈ ഗ്രാമത്തിൽ നടക്കുന്ന എല്ലാ മർഡറിന്റെ പിന്നിലും അനുവാണെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് പെൺവേഷം കിട്ടുന്ന സാഗർ തന്നെയാണ്. എന്നാൽ ഹീറോയ്ക്ക് ഏകദേശം കാര്യങ്ങൾക്ക് മനസ്സിലായപ്പോൾ ഹീറോ ഒരു നാടക വാന കാണുകയാണ്. അതിന്റെ ഉള്ളില് വേറെ ആരുമല്ല, നമ്മുടെ സാഗർ തന്നെയാണ്. അവൻ ഹീറോയെ എടുത്ത് പഞ്ഞുകിട്ടിട്ട് പറയുന്നുണ്ട്, നീ കരുതിയ പോലെ തന്നെ ഈ ഒരു നാട്ടിലുള്ള അനുവിന്റെ ആത്മാവ് അത് ഞാൻ തന്നെയാ. എന്നിട്ട് ഇമോഷണലായിട്ട് അവൻ പറയുന്നുണ്ട്, ഞാൻ അഭിനയിക്കാൻ മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ, എന്നാൽ ഈ നാട്ടിലെ ജനങ്ങള് എപ്പോഴും എന്നെ ഒരു സ്ത്രീയായിട്ട് മാത്രമേ അഭിനയിപ്പിച്ചിട്ടുള്ളൂ. എന്നാൽ അതും ക്ഷമിക്കാം, എനിക്കൊരു കല്യാണ ആലോചന വന്നപ്പോൾ ആ ഒരു വീട്ടിൽ വെച്ചിട്ട് സ്ത്രീയായിട്ട് അഭിനയിക്കുന്ന നീ ഒരു സ്ത്രീയാണോ എന്ന് ചോദിച്ച് എന്നെ മാനസികമായിട്ട് വല്ലാതെ തകർത്തളഞ്ഞു. എനിക്ക് വീട്ടിൽ നിന്നല്ല ഈ നാട്ടിൽ നിന്ന് തന്നെ പെണ്ണ് കിട്ടില്ല എന്ന് പറഞ്ഞ് എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. അങ്ങനെ മാനസികമായിട്ട് തകർന്നിരിക്കുമ്പോഴാണ് നമ്മുടെ നാട്ടിലെ ഡോക്ടർ അനുവും അനുവിന്റെ അച്ഛനും ഹോസ്പിറ്റലിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ സാഗരനെ അനുവിന് ആദ്യം പരിചയപ്പെടുത്തുന്നത് മേരിയാണ്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഫംഗ്ഷനിൽ സ്ത്രീവേഷം കെട്ടുന്നത് സാഗറാണെന്നും. അപ്പോൾ അനു പറയുന്നുണ്ട്, ഞാനത് കണ്ടിട്ടുണ്ട്, എനിക്ക് നിങ്ങളുടെ ആക്ടിങ് ഭയങ്കര ഇഷ്ടമാണ്. അതായത് സാഗരനെ ഒരു മനുഷ്യനായിട്ട് കൺസിഡർ ചെയ്തത് അത് അനു മാത്രമായിരുന്നു. അങ്ങനെ അവര് രണ്ടുപേരും മനസ്സോട്ട് സംസാരിക്കുകയാണ്. അപ്പോഴാണ് അനു തനിക്ക് ഡാൻസ് കളിക്കാനുള്ള ആഗ്രഹത്തെക്കുറിച്ച് സാഗറിനോട് പറയുന്നതും സാഗർ ഡാൻസിങ്ങിനെ അവളെ സഹായിക്കുന്നതും. അങ്ങനെ പതിയെ പതിയെ അവന് അനുവിന്റെ മേലെ ഒരു പ്രണയം സ്റ്റാർട്ടാവാണ്. അങ്ങനെ ഒരിക്കൽ അനു ആണെങ്കിൽ വീട്ടിൽ വല്ലാതെ സങ്കടത്തിലിരിക്കുമ്പോൾ നമ്മുടെ സാഗർ പോയിട്ടാണ് അവളെ ഹാപ്പി ആക്കുന്നതും അവളുടെ സങ്കടങ്ങൾക്ക് മറപ്പിച്ചിട്ട് അവളുടെ മുഖത്തൊരു ചിരി കൊണ്ടിരുന്നതും. അപ്പൊ അവള് പറയുന്നുണ്ട്, നിന്റെ കൂടെ ഇനി ആരുണ്ടെങ്കിലും അവരുടെ എല്ലാ സങ്കടവും മറന്ന് അവർക്ക് ഹാപ്പി ആവാൻ നിമിഷം നേരം മതിയല്ലോ. അപ്പോൾ സാഗർ ചോദിച്ചത്, എന്റെ കൂടെ ആരുണ്ടായാലും ഹാപ്പി ആവുമെന്ന് എനിക്കറിയില്ല, എന്നാൽ അനു നീ എന്റെ കൂടെ ലൈഫിലുണ്ടെങ്കിൽ ഞാനും ഹാപ്പി ആയിരിക്കും, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഞാൻ നിന്നെ കല്യാണം കഴിച്ചോട്ടെ. എന്നാൽ അനു പറഞ്ഞത്, സാഗർ നീ പറയുന്ന പോലെ അങ്ങനെ ഞാൻ കണ്ടിട്ടേ ഇല്ല, നിന്നൊരു ഫ്രണ്ടായിട്ട് മാത്രമേ ഞാൻ കരുതിയിട്ടുള്ളൂ. അങ്ങനെ പതിയെ പതിയെ സാഗരനെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങിയതാണ്. എന്നാൽ സാഗറിനെ വല്ലാതെ ഹേർട്ടായിട്ട് അനുവിനോട് പ്രണയിക്കാനും പറഞ്ഞ് അവളെ പിന്നാലെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ആ ഒരു കാഴ്ച കണ്ടപ്പോൾ അനുവിന്റെ അച്ഛന് വല്ലാതെ ട്രിഗറായിട്ട് സാഗറിന്റെ മുഖത്തടിച്ചിട്ടുണ്ട്. അതിൽ ദേഷ്യം വന്ന സാഗർ അനുവിന്റെ അച്ഛനെ തള്ളിവിടുകയാണ്. എന്നാൽ അങ്ങേര് നേരെ വന്നു വീണത് കുറച്ച് ബോട്ടിലിന് മുകളിലായിരുന്നു. അതിൽ അനുവിന്റെ അച്ഛന് വല്ലാത്ത മുറിവ് പറ്റിയിട്ടുണ്ട്. അതിന്റെ ഇടയിൽ സാഗറിനെ തടുക്കാന് മേരി വന്നപ്പോൾ അവളെയും അവൻ തള്ളിവിടുകയാണ്. അതിൽ അവൾക്ക് മുറിവ് പറ്റിയിട്ട് അവളും വീണു പോയതാണ്. അങ്ങനെ രണ്ടുപേരും ജീവനിൽ പിഴഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു കാഴ്ച കണ്ടിട്ട് അനുവിന്റെ മനസ്സ് തകർന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു സാഗറിലെ അവനൊരു സൈക്കോയെ പോലെ ആക്ട് ചെയ്യാൻ തുടങ്ങാണ്. ഇതേ സമയത്താണ് പെത്തയുടെ അടയാളനായിട്ടുള്ള ദാസും ആൾക്കാരും വന്നിട്ട് ആ ഒരു ഹോസ്പിറ്റലിൽ ആരെയും കാണാതായപ്പോൾ ഇവിടെ ആരുമില്ലാന്ന് കരുതിയിട്ട് ഹോസ്പിറ്റലിൽ തീ ഇട്ടിട്ട് പോകുന്നത്. എന്നാൽ ആ ഒരു ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെയായിരുന്നു സാഗറും അനുവും അനുവിന്റെ അച്ഛനും അതുപോലെ മേരി ഉണ്ടായിരുന്നത്. എന്നാൽ ആ ഒരു ഹോസ്പിറ്റലിൽ തീ പിടിക്കാൻ തുടങ്ങിയത് കണ്ടപ്പോൾ സാഗറിലെ മേരിയുടെ ഡ്രസ്സ് എടുത്ത് ധരിച്ചിട്ട് അവിടുന്ന് അനുവിനെ ഫോഴ്സ്ഫുള്ളി പിടിച്ച് വലിച്ച് ഹോസ്പിറ്റലിന്റെ പിന്നിലൂടെ രക്ഷപ്പെട്ടു പോയതാണ്. ഓൾറെഡി സാഗർ തള്ളിയിട്ടിട്ട് താഴെ വീണുപോയ അനുവിന്റെ അച്ഛനും മേരിയുമാണ് ആ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായ തീ വിപത്തില് ശരീരം വെന്ത് മരണപ്പെട്ടു പോയത്. എന്നാൽ ജനങ്ങൾ മുഴുവൻ കരുതിയിരുന്നത് അനുവും അനുവിന്റെ അച്ഛനുമാണ് മരണപ്പെട്ടു പോയതെന്നാണ്. ജനങ്ങൾ കരുതിയ പോലെ തന്നെ അത് വിശ്വസിപ്പിക്കാനാണ് മേരിയുടെ ഫോണിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് സാഗർ മേരിയുടെ അമ്മയെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് മേരി ജീവനോടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അനുവാണെന്ന് ഉറപ്പിക്കാലോ. അങ്ങനെ ആ ഒരു ഹോസ്പിറ്റലിൽ തീ പിടിച്ചതോടുകൂടി പിന്നെ ജനങ്ങളൊന്നും ആ ഭാഗത്തേക്ക് വരാതെയായി. എന്നാൽ അച്ഛന്റെ മരണം നേരിട്ട് കണ്ട അനുവിന്റെ മാനസിക നില തന്നെ തകർന്നു പോയിരുന്നു. അതിനുശേഷം സാഗർ ആ ഒരു ഹോസ്പിറ്റലിൽ തന്നെ അനുവിനെ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങിയതാണ്. അനുവിന് തന്റെ ലൈഫിൽ സംഭവിച്ച ഒരു കാര്യം ഓർമ്മയില്ല, എല്ലാം അവൾ മറന്നു പോയിട്ടുണ്ട്. ആ ഒരു സിറ്റുവേഷൻ യൂസ് ചെയ്തുകൊണ്ട് ഒരു സൈക്കോയെ പോലെ സാഗർ അനുവിന്റെ അരികിലിരുന്നിട്ട് അവളെ പ്രണയിക്കാൻ തുടങ്ങിയതാണ്. എന്നാൽ അവന്റെ ലൈഫിൽ നിന്ന് അനുവിനെ ആരെങ്കിലും തട്ടിപ്പറിച്ച് കൊണ്ടുപോയാൽ അനു ജീവനോടുള്ള രഹസ്യം ആരെങ്കിലും മനസ്സിലാക്കുമെന്ന് ഭയന്നിട്ടാണ് ആ ഒരു ഹോസ്പിറ്റലിന്റെ അരികിലേക്ക് ആര് വന്നാലും പിന്നീട് ഒരിക്കലും ആ ഭാഗത്തേക്ക് ഒരാളും വരാതിരിക്കാന് അവരെ അനുവിന്റെ ആത്മാവാണ് കൊലപ്പെടുത്തെന്ന് പറഞ്ഞ് കൊന്നുകളഞ്ഞിട്ട് അനുവാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ഒരു സ്ത്രീ വേഷം കെട്ടിയിട്ട് ആ ഭാഗത്തോട് വരുന്ന എല്ലാ ആളുകളെയും അവൻ കൊലപ്പെടുത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ നമ്മുടെ ഹീറോയുടെ ഇൻവെസ്റ്റിഗേഷനിൽ അവസാനം ഹീറോയ്ക്ക് മനസ്സിലായത് ചിലപ്പോൾ പെദ്ദായിരിക്കാം ഇതിന്റെ പിന്നിലെന്നല്ലേ. എന്നാൽ അങ്ങേരെ ചോദ്യം ചെയ്താൽ ചിലപ്പോൾ രഹസ്യങ്ങൾ പുറത്തു വരുന്ന ഭയന്നിട്ടാണ് ഈ ഒരു സൈക്കോ അങ്ങേരെയും കൊലപ്പെടുത്തുന്നത്. അങ്ങനെ ഹീറോ ആണെങ്കിൽ സാഗറിനെ പഞ്ഞു കിട്ടിട്ട് അവനെ പോലീസിന് കയ്യിൽ ഏൽപ്പിക്കുകയാണ്. ഓൾറെഡി മാനസികമായിട്ട് തകർന്നു പോയിട്ടുള്ള അനുവിനെ ട്രീറ്റ് ചെയ്തിട്ട് അവളുടെ എല്ലാ പ്രഷറുകളും മാറ്റിയിട്ട് പഴയ രീതിയിലാക്കാണ്. അങ്ങനെ അവളുടെ അതേ ഹോസ്പിറ്റലിൽ വീണ്ടും ഹീറോ ഓപ്പൺ ചെയ്തിട്ട് അനുവിനെ തന്നെ ആ ഒരു ഹോസ്പിറ്റലിൽ ഏൽപ്പിക്കുകയാണ്. ഇനി ആ ഒരു ഗ്രാമത്തിലെ ജനങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള സർവീസ് ഉറപ്പുവരുത്തിയിട്ട് നമ്മുടെ ഹീറോയും ഫ്രണ്ടും ആ ഒരു നാട്ടിൽ നിന്ന് തിരിച്ച് ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഹീറോ ഒരു വാർത്ത കേൾക്കുന്നത്. അതായത് മറ്റൊരു നാട്ടിലെ ഇതുപോലെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ചില മരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കണ്ടക്ടറോട് ഹീറോ പറയുന്നിട്ട് ആ ഒരു നാട്ടിലേക്ക് 2 ടിക്കറ്റ് എടുത്തോ. അതായത് ഈ ഒരു കഥയ്ക്ക് ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന് കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്.
അപ്പോൾ എങ്ങനെയുണ്ടായിരുന്ന കഥ? അത്യാവശ്യത്തിന്, അതായത് ആവശ്യത്തിൽ കൂടുതൽ ട്വിസ്റ്റുകൾ ഉണ്ടായിരുന്ന, പെട്ടെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത, അത്യാവശ്യം ഹൊററും മിസ്റ്റേക്ക് മിസ് ചെയ്തിട്ടുള്ള നല്ലൊരു കഥയായിരുന്നില്ലേ? ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ട്വിസ്റ്റ് മലയാളി എന്ന നമ്മുടെ ചാനലൊന്ന് പരിചയപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു അടിപൊളി കഥയിൽ നമുക്ക് നാളെ കണ്ടുമുട്ടാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.